വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പട്ടിത്തറ പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയെടുത്ത തിളങ്ങുന്ന വിജയം ആഘോഷിക്കാനും അതിനപ്പുറത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടുത്തെ UDF സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ UDF നേടിയെടുത്ത ഒരു വലിയ വിജയമുണ്ട്. അതിന്റെ ഭാഗമാകാനും പട്ടിത്തറയിൽ വരാനും എനിക്കും അന്ന് ഒരവസരമുണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അന്ന് വരാൻ കഴിഞ്ഞില്ല. ഇന്നിവിടെ നിൽക്കുമ്പോ ഒന്നാമതായി തോന്നുന്ന ഒരു സന്തോഷം, തൃത്താല മണ്ഡലത്തിൽ UDF വലിയ മേൽക്കൈ നേടിയെടുത്തിരിക്കുന്നു എന്നതാണ്. തൃത്താലയിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായത് തിളക്കമാർന്ന ഒരു വിജയമാണ്. സ്വാഭാവികമായും ഇവിടെയുള്ള പ്രസിഡന്റ് അടക്കം നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി വിജയിച്ചു വന്ന ഈ വേദിയിലുള്ള എല്ലാ ജനപ്രതികളുടെയും ഈ വിജയം ആഘോഷിക്കാനുള്ള പൂർണ്ണാവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ എല്ലായിടത്തും ഞങ്ങള് UDFന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന കേഡർമാർ എല്ലായിടത്തും പ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യം, ഈ ആഘോഷ പ്രകടനങ്ങളൊന്നും ആലസ്യത്തിൻ്റെത് ആയിക്കൂടാ എന്നാണ്. കാരണം കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുക. ആ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മത്സരിക്കുകയും പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വലിയ ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആര് ഭരിക്കണം, ആര് ജയിക്കണം, ആര് തോൽക്കണം എന്നതിനപ്പുറത്ത് നമ്മുടെ കേരളം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെ മതനിരപേക്ഷതയുടെ ഒരു വലിയ കേദാരഭൂമിയായി നിലനിൽക്കണോ വേണ്ടയോ എന്ന ആത്യന്തികമായ ഒരു രാഷ്ട്രീയ ചോദ്യം മലയാളിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്ന വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തെ ഏറ്റവും കൃത്യമായി നിങ്ങളുടെ മുന്നിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഭവം ഇന്ന് രാജ്യത്ത് നടന്നിട്ടുണ്ട്. കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനോടൊപ്പം ഒരുപക്ഷെ രാജ്യത്ത് 2 സംസ്ഥാനങ്ങൾ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടേക്കാം. ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് ആസാമുമാണ്. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും വിശദമായി കടന്നു പോവല്ല. പക്ഷെ നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കാനിരിക്കുന്ന ഒരാൾക്ക് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്ന അപകടകരമായ മാറ്റങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാവണം. ആ ധാരണയോടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെയും അവർ സമീപിക്കണമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന ഒരു സംസ്ഥാനം ആസാം. കേരളവുമായി ഒരുപാട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഘടകങ്ങൾ അവിടെയുണ്ട്. അവിടെ മുസ്ലിം ന്യൂനപക്ഷം 30%-ത്തിനടുത്തുണ്ട്. ഹൈന്ദവ സമൂഹം അവിടെ താമസിക്കുന്നുണ്ട്. ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു BJP-കാരനാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ആ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് BJP-യാണ്. ആ സംസ്ഥാനത്തിന്റെ BJP-കാരനായ മുഖ്യമന്ത്രി മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയെ സാക്ഷി നിർത്തി രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വേർതിരിവ് കാണിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മുഖ്യമന്ത്രി. അദ്ദേഹം ഇന്ന് രാവിലെ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഇന്നലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യം, അദ്ദേഹം നടത്തിയ ഒരു ആഹ്വാനത്തെ കുറിച്ചായിരുന്നു. അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബംഗാളി ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ, ഞാൻ അവരെ കുറിച്ച് പറയുന്നത്
നിങ്ങളുടെ തൃത്താലയിലെ ജീവിത പരിസരത്ത് ആസാമിൽ ജനിച്ച ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യക്കാരായ അവിടുത്തെ വോട്ടർമാരുണ്ട് എന്നതുകൊണ്ടാണ് അവരെ ഈ മനുഷ്യൻ പരിഹസിച്ച് വിളിക്കുന്നത് മിയ എന്നാണ്. മിനിഞ്ഞാം അദ്ദേഹം പ്രസംഗിച്ചത് അവർ ഓട്ടോറിക്ഷ വിളിച്ചാൽ അവർ 5 രൂപ ചോദിക്കും, നിങ്ങൾ 4 രൂപ കൊടുക്കണം. അപ്പൊ ഒരു തർക്കം ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ നേരെ എന്റെ അടുത്തേക്ക് പോരെ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ്. ഉൻകോ പരേശാൻ കർനെ കേ ലിയേ ബൈഠാ ഹൂം എന്നാണ്. ഞാൻ ഇന്നലെ രാവിലെ ഇത് പ്രസംഗിച്ചു. ഇന്ന് രാവിലെ നോക്കുമ്പോഴോ ആസാമിലെ BJPയുടെ ഔദ്യോഗിക ട്വിറ്ററിൽ അവർ വീഡിയോ പങ്കുവെക്കുകയാണ്, ഒരു AI നിർമ്മിത വീഡിയോ. അതിൽ ഈ മുഖ്യമന്ത്രി, ആസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു തോക്ക് ചൂണ്ടി നിൽക്കുന്ന ദൃശ്യത്തോടെയാണ് അത് ആരംഭിക്കുന്നത്. ആ ഗൺ പോയിന്റിൽ 2 മനുഷ്യരുണ്ട്. ഒന്ന് തൊപ്പി വെച്ച ഒരാളാണ്, ഒന്ന് താടി വെച്ച ഒരാളാണ്. ഈ മുഖ്യമന്ത്രി വെടിവെക്കുന്നു. ആ വെടിയുണ്ട പോയി ആ മനുഷ്യരുടെ ശരീരത്ത് കൊള്ളുന്നു. അപ്പോൾ എഴുതി കാണിക്കുന്നു നോ മേഴ്സി. ഇവരോട് ഒരു കാരുണ്യമില്ല, ഇവരോട് ഒരു ദയവില്ല. ഈ AI നിർമ്മിത വീഡിയോ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കി ഏതെങ്കിലും രൂപത്തിൽ പ്രചരിപ്പിച്ചതല്ല. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടെ അവിടുത്തെ BJPയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ ഇന്ന് രാവിലെ അവർ ഷെയർ ചെയ്ത വീഡിയോയാണ്. ഇപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ആ വീഡിയോ അറിയപ്പെടുന്നത് പോയിന്റ് ബ്ലാങ്ക് വീഡിയോ എന്നാണ്. ഒരാളെ നമുക്ക് 2 രൂപത്തിൽ വെടിവെച്ചു കൊല്ലാം. ഒന്ന്, ദൂരെ നിന്ന് മാറി നിന്ന് അയാൾ അറിയാതെ അയാളെ ലക്ഷ്യം വെച്ച് വെടിവെച്ചു കൊല്ലാം. രണ്ടാമത്തേത് പോയിന്റ് ബ്ലാങ്കിൽ കൊല്ലാം. പോയിന്റ് ബ്ലാങ്കിൽ എന്ന് വെച്ചാൽ ഏറ്റവും ചേർത്ത് നിന്ന്, കഴിയുമെങ്കിൽ തോക്കിന്റെ അതിന്റെ തുമ്പ് അയാളുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ഏർപ്പാടിനെയാണ് പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. രാജ്യത്ത് കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പോയിന്റ് ബ്ലാങ്ക് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവിടെ താമസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെ പരസ്യമായ വംശഹത്യക്ക് ആഹ്വാനം ചെയ്യുന്ന രൂപത്തിൽ ഒരു വീഡിയോ പങ്കുവച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ചു. വലിയ എതിർപ്പുണ്ടായി, വലിയ ചെറുത്തുനിൽപ്പുണ്ടായി. ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഒരു മതേതര രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇമ്മട്ടിൽ ആ സംസ്ഥാനത്ത് ഒരു വിഭാഗം ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്താൻ അയാൾ തന്നെ നേതൃത്വം കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ അത് പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ എതിർപ്പുണ്ടാവുക സ്വാഭാവികം. അത് പിൻവലിച്ചു. ഇതിന്റെ പ്രശ്നം, ആ വീഡിയോ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, അത് വംശഹത്യക്കുള്ള ആഹ്വാനാണ്. അയാൾ പ്രചരിപ്പിച്ച ആ വീഡിയോ അവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന വിദ്വേഷം, വെറുപ്പ്, ആ വെറുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആ വീഡിയോ പിൻവലിക്കാം, അതിന്റെ ഉദ്ദേശം നേടിക്കഴിഞ്ഞു എന്നാണ്. ഞാൻ ഈ ഗൺ പോയിന്റ് വീഡിയോയെ കുറിച്ച് കൃത്യമായി തൃത്താലയിൽ സൂചിപ്പിച്ചതിനൊരു കാര്യമുണ്ട്. ഈ വംശഹത്യക്കുള്ള ആഹ്വാനം ഉണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മനുഷ്യർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MP-മാർ, അവർ പരസ്യമായി കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന, ഒരു വിഭാഗത്തെ ഗൺ പോയിന്റിൽ നിർത്തുന്ന, അവരെ വെടിവെച്ചു കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്ന സംഭവങ്ങൾ ഈ രാജ്യത്ത് വേറെയും നടന്നിട്ടുണ്ട്. ഇതിനു മുന്നേ അന്ന് പുറത്തു വന്നത് വീഡിയോ ആയിരുന്നില്ല, അന്ന് പുറത്തു വന്നത് ഒരു മുദ്രാവാക്യമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പൗരത്വ സമരം ഈ രാജ്യത്ത് നടക്കുമ്പോ ആ പൗരത്വ സമരം ഏറ്റവും ആവേശത്തോടെ ഇരമ്പിക്കയറിയ, ഷഹീൻബാഗ് പോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായ, ജാമിയ മില്ലിയയിലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ, രാജ്യത്തിന്റെ പൗരത്വ സമരത്തിനെതിരായ പോരാട്ടങ്ങളുടെ എപ്പിക് സെന്ററായി പ്രവർത്തിച്ച നഗരം ഡൽഹി ആയിരുന്നു. ആ ഡൽഹിയിൽ പൗരത്വ സമരകാലത്ത് നടന്ന വലിയൊരു കലാപമുണ്ട്. ആ കലാപകാലത്തും അവിടെ ഒരു മുദ്രാവാക്യം കേട്ടിരുന്നു. ആ മുദ്രാവാക്യം ദേശ് കി ഗദ്ദാറോങ്കോ ഗോലി മാരോ സാലോങ്കോ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ദേശീയ രാഷ്ട്രീയം ഞാൻ 5 മിനിറ്റ് അപ്പുറത്ത് പറയില്ല. ഞാൻ ഈ മുദ്രാവാക്യം തൃത്താലക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നവര് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉദ്ദേശം എനിക്കുണ്ട്. ദേശ് കി ഗദ്ദാറോങ്കോ ഗോലി മാരോ സാലോങ്കോ, രാജ്യദ്രോഹികൾ വെടിവെച്ചു കൊല്ലണം അവന്മാരെ. സാല എന്ന വാക്ക് സാധാരണഗതിയിൽ ഒരു ഹിന്ദിക്കാരൻ ഉപയോഗിക്കുമ്പോ അവന്റെ മനസ്സിലുള്ള അർത്ഥം എനിക്കറിയാഞ്ഞിട്ടല്ല, ഇതുപോലൊരു വേദിയിൽ അത് പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. രാജ്യദ്രോഹികളാണ്, നുഴഞ്ഞുകയറ്റക്കാരാണ്,
ഭീകരവാദികളാണ്. പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന ഈ കൂട്ടരെ വെടിവെച്ചു കൊല്ലണം എന്ന് പറഞ്ഞത് BJP-യുടെ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു വിദ്വേഷ പ്രാസംഗികനല്ല. അയാൾ BJP-യുടെ MP ആയിരുന്നു. ദൗർഭാഗ്യവശാൽ അയാൾ ഇപ്പോ ഈ രാജ്യത്തും മന്ത്രിയാണ്. അന്ന് MP ആയിരുന്ന ആൾക്ക് ആ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ, പരസ്യമായ വംശഹത്യക്കുള്ള ആഹ്വാനത്തിന്റെ പേരിൽ ഇന്ന് മന്ത്രിസ്ഥാനം കൊടുത്തു. അയാളുടെ പേര് അനുരാഗ് ഠാക്കൂർ എന്നാണ്. ഞാൻ തൃത്താലക്കാരോട് അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പറഞ്ഞത്, ഈ രാജ്യത്തിന് ഗൺ പോയിന്റ് നിർത്തി മനുഷ്യരെ വെടിവെച്ചു കൊലപ്പെടുത്തുന്ന വംശഹത്യക്കുള്ള ആഹ്വാനം ഒരു മുദ്രാവാക്യമായി ഈ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിൽ കുത്തിവെച്ചത് അയാളാണ്. തൃത്താലക്കാർക്ക് അനുരാഗ് ഠാക്കൂറിനോടുള്ള ബന്ധം നിങ്ങളുടെ ഇപ്പോഴത്തെ MLA, നിങ്ങളുടെ ചെലവിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആൾ ഈ രാജ്യത്തെ അനുരാഗ് ഠാക്കൂറിന്റെ ഹൃദയ സഖാവാണ്, ആത്മസുഹൃത്താണ് എന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ചെലവിൽ ഇവിടുത്തെ MLA ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ 5 വർഷമാണ്. 2021-ൽ 2022 അയാൾ നിങ്ങൾ കൊടുത്ത വോട്ടിന്റെ ബലത്തിൽ കേരളത്തിന്റെ മന്ത്രിയായപ്പോ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ ഷിംലയിൽ പോയി. ആ ഷിംലയിൽ പോയിട്ടോ അവിടെ വെച്ച് അനുരാഗ് ഠാക്കൂറിനെ ഒന്നുകൂടി കാണുകയാണ്. അന്ന് ഞാൻ പറയുന്നത് പട്ടിത്തറ പഞ്ചായത്തിൽ ഇപ്പോ അദ്ദേഹം നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയിലെ പ്രസംഗം കേട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇവിടുത്തെ MLA-ക്ക് ചുറ്റികാരിവാൾ നക്ഷത്രപടയാളത്തിൽ വോട്ട് കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു സഖാവുണ്ടെങ്കിൽ അയാളൊരു മതനിരപേക്ഷവാദിയാണെങ്കിൽ അയാളുടെ മനസാക്ഷിയോടുകൂടി ചേർത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഗൺ പോയിന്റ് രാഷ്ട്രീയം ഉണ്ടല്ലോ, ഈ വംശഹത്യക്ക് ആഹ്വാനം കൊടുക്കുന്ന, ഈ രാജ്യത്ത് പിടിച്ചാൽ കിട്ടാത്ത വംശഹത്യയുടെ വർഗീയ വെറിയുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് തുടങ്ങി വെച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അയാളെ ചേർത്തു നിർത്തിയിട്ട് അയാളെ കുറിച്ച് ഇവിടുത്തെ MLA ഇപ്പോഴത്തെ മന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കേരളം പോലൊരിടത്തു നിന്ന് പോയി ഇപ്പൊ ഈ പ്രസംഗം നടത്തിയല്ലോ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രസംഗം, ആ പ്രസംഗം നടത്തി അതിലൂടെ ഡൽഹിയിൽ 10-40 പേർ മരണപ്പെട്ടു പോയ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് മുൻപാകെ ഒരു പരാതി വരുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തു, കേസെടുത്തില്ല. ആ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചു. അനുരാഗ് ഠാക്കൂറിനെതിരായ ആ കേസിൽ സുപ്രീം കോടതിയിലെ പരാതിക്കാരിയുടെ പേര് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായില്ലെങ്കിലും പട്ടിത്തറയിലെ തൃത്താലയിലെ ഒരു സഖാവിന് മനസ്സിലാവും. ആ പരാതിക്കാരി സഖാവ് ബൃന്ദ കാരാട്ടാണ്, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അവരൊരു ഭാഗത്ത് ഈ അനുരാഗ് ഠാക്കൂറിനെതിരെ പരാതി കൊടുക്കുമ്പോ അയാളുടെ വൃത്തികെട്ട നെറുകെട്ട വർഗീയ പ്രസംഗങ്ങളാണ് ഡൽഹിയിൽ കലാപമുണ്ടാക്കിയതെന്ന് രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴോ നിങ്ങളുടെ MLA അയാളെ ചോർത്തു പിടിച്ച് എന്റെ ഏറ്റവും വലിയ ആത്മസുഹൃത്ത് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്തിന് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അനുരാഗ് ഠാക്കൂർ വിളിച്ചു പറഞ്ഞാൽ കിട്ടാവുന്ന ഒരോട്ട്, അനുരാഗ് ഠാക്കൂറിനെ പിണക്കിയാൽ പോകാവുന്ന ഒരോട്ട്, അത് തൃത്താലയിലോ. 2021-ലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു. 22-ൽ നിങ്ങളുടെ ചെലവിലാണ് MP രാജേഷ് ഷിംലയിലേക്ക് പറക്കുന്നത്, അനുരാഗ് ഠാക്കൂറിനെ ചേർത്ത് പിടിക്കുന്നത്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നന്ദി പ്രകടനം നടത്തിയതാണ്. അനുരാഗ് ഠാക്കൂറിനോടൊപ്പം MP രാജേഷ് നിൽക്കുന്നത് കാണുമ്പോ ഉൾപ്പുളകം കൊള്ളുന്ന ഒരു കൂട്ടർ ഈ തൃത്താലയിൽ ഉണ്ട് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. 2011-ലാണ് ഞാൻ ആദ്യമായി തൃത്താലയിൽ വരുന്നത്. അന്ന് ഇവിടെ ഏതാണ് പഞ്ചായത്ത് എനിക്കൊരു വലിയ വയലിൽ 100 മനുഷ്യർ പങ്കെടുത്ത ഒരു വലിയ തെരഞ്ഞെടുപ്പ് റാലി. പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് VT ബൽറാം മത്സരിച്ച ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2011-ലെ തെരഞ്ഞെടുപ്പിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലി. അന്ന് മുതൽ ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തെ, ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ, കഴിഞ്ഞ 5 വർഷക്കാലത്ത് MP രാജേഷ് എന്ന മനുഷ്യന്റെ ഇവിടുത്തെ പെർഫോമൻസിനെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബൽറാം വിജയിച്ചു വരുമ്പോ BJP പിടിച്ച വോട്ടുകളുടെ എണ്ണം 5800-നപ്പുറത്തായിരുന്നു. സ്ഥാനാർത്ഥിയുടെ പേര് എനിക്ക് അന്ന് ഓർമ്മയില്ല. 5800 വോട്ട്. 2016-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴോ രമ എന്നൊരു സഹോദരിയാണ് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. അവര് 14,850 വോട്ടുകൾ പിടിച്ചു. 2011-ൽ നിന്ന് 2016-ലേക്ക് വരുമ്പോ
BJP വർദ്ധിപ്പിച്ച വോട്ടുകളുടെ എണ്ണം തൃത്താല മണ്ഡലത്തിൽ ഏതാണ്ട് 8000-നടുത്ത്. 2021 തെരഞ്ഞെടുപ്പിൽ ശങ്കൂട്ടി ദാസ് ആയിരുന്നല്ലോ സ്ഥാനാർത്ഥി, അല്ലേ? എത്ര വോട്ട് കിട്ടി? കണക്ക് പരിശോധിച്ചോ നിങ്ങള്? 12,350 വോട്ട്. കൃത്യമായും വോട്ട് വർദ്ധിച്ചില്ല. പോട്ടെ, 2016 പിടിച്ച വോട്ടുകളിൽ നിന്ന് 3000-നടുത്ത് വോട്ട് BJPക്ക് ഈ മണ്ഡലത്തിൽ കുറഞ്ഞു. നിങ്ങളുടെ ഇപ്പോഴത്തെ MLA എത്ര വോട്ടുകൾക്കാണ് വിജയിച്ച് കയറിയത്? എത്ര വോട്ടുകൾക്ക്? ആ കണക്കെടുത്താൽ മതി. അനുരാഗ് ഠാക്കൂർ എന്ന ഒറ്റുകാരനെ കാണുമ്പോ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച ഒരു കൂട്ടം മനുഷ്യരെ വെട്ടിവെച്ചു കൊല്ലണമെന്ന് പച്ചക്ക് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ ആ മനുഷ്യനെ ചേർത്ത് നിർത്തിയിട്ട് എന്റെ ഹൃദയ സഖാവെന്ന് നിങ്ങളുടെ MLA വിളിച്ചു പറഞ്ഞെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ബോധ്യപ്പെടാൻ ഈ ഒരൊറ്റ കണക്ക് പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക്. തദ്ദേശ സ്ഥാപനങ്ങളുടെ മന്ത്രി, എക്സൈസ് വകുപ്പിന്റെ മന്ത്രി, ഇതാണ് വൈപ്പ്. പക്ഷെ ഞാനിപ്പോ 2-3 നിയമസഭാ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചപ്പോ മൂപ്പര് പ്രധാനമായിട്ടും ഇപ്പോ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാനുള്ള ഉളുപ്പില്ലാത്ത ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുന്ന മന്ത്രിയാണ് കേരള നിയമസഭക്കകത്ത് നിങ്ങൾ വിജയിപ്പിച്ചു വിട്ടവയെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ഇവരെന്തിനാണ് സഖാക്കളെ? എന്റെ ചോദ്യം സഖാക്കളോടാണ്. ഇത്ര മുരത്ത വർഗീയത പ്രസംഗിക്കുന്ന RSSുകാർക്കിടയിൽ തന്നെ തൊട്ടാൽ ആ നിമിഷം മനുഷ്യനെയും മനുഷ്യത്വത്തെയും കൊന്നുകളയാൻ ശേഷിയുള്ള മാരക വിഷം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യരെ ഇവര് ചേർത്ത് പിടിക്കുന്നത് എന്തിനു? നിങ്ങൾ ആലോചിച്ചോ? ഇവരുടെ പുതിയ സ്ട്രാറ്റജിയാണ്. ഞാൻ അതിനാണ് ആദ്യം കേരളത്തെ മതനിരപേക്ഷതയുടെ കേദാരഭൂമി എന്ന് പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവരാ രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. വിദ്വേഷ പ്രസംഗങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടം മനുഷ്യരെ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന നെറികെട്ട രാഷ്ട്രീയം അത് കേരളത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആസാമിൽ 100 പേർ വോട്ട് ചെയ്യാൻ വന്നാൽ അതിലൊരു 25 പേർ ഈ രാജ്യത്തെ പ്രബല മതന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. പക്ഷെ അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ വോട്ട് വേണ്ട, ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. എന്തിനാത്? അവരെ ഗൺ പോയിന്റിൽ നിർത്തുമ്പോ, അവരെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുമ്പോ ഇപ്പുറത്തുള്ള 75% വരുന്ന മനുഷ്യർ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭയം, അവരുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പ്, അവരുടെ മനസ്സിലുണ്ടാകുന്ന വിദ്വേഷം അത് വോട്ടാവും. ആ 25 പേർ ന്യൂനപക്ഷമാണ്, ഈ 75 പേർ ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണല്ലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഈ തൃത്താലയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. BJPയും CPM കൂടി ഒറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തണ്ടിയപ്പോ ചെറിയ വോട്ടിന് ചെറുപ്പക്കാരൻ പരാജയപ്പെട്ടു. 5 വർഷം കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നാട് പോകുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വാക്കുകൊണ്ട് സംഘപരിവാറിന്റെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തോട് എന്റെ ആത്മസുഹൃത്ത് കോംപ്രമൈസ് ചെയ്തു എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കില്ലേ? അവിടെ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. ഈ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം പരിഗണിച്ചിട്ടില്ല. 100 പേരിൽ 25 എവിടെ? 75 എവിടെ? ആ കണക്കെടുത്തിട്ടില്ല. ഈ അനുരാഗ് ഠാക്കൂറിന്റെ കെട്ടിപ്പിടിച്ച് അയാളോട് സൗഹൃദം പങ്കുവെക്കുന്ന MLA 5 കൊല്ലം പേര് നടന്നവർ ചിന്തിക്ക. ആ കണക്കെടുത്തിട്ടില്ല. തൃത്താലയിലെ മനുഷ്യരെ മതം തിരിച്ചു കണ്ടിട്ടില്ല. ഒരു കൂട്ടർ പോയാലും മറ്റേ കൂട്ടർ എന്റെ കൂടെ നിൽക്കും എന്ന നെറികെട്ട രാഷ്ട്രീയ ചിന്ത പങ്കുവച്ചില്ല എന്ന് മാത്രമല്ല, ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ സംഘപരിവാറിന്റെ പൊള്ളത്തരങ്ങളെ വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി തുറന്നു കാണിക്കുന്ന നേതാവിന്റെ പേര് VT ബൽറാം എന്നാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും. തോറ്റാലും ജയിച്ചാലും കോംപ്രമൈസ് ചെയ്യാത്ത, വിട്ടുവീഴ്ച ചെയ്യാത്ത, തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങൾക്കപ്പുറത്ത് ഈ നാട്ടിലെ മനുഷ്യരായി കാണുന്ന ആ മതേതര പ്രതിബദ്ധത, അതിനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കേരളം നെഞ്ചേറ്റിയത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എന്ന് മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിൽ ഇപ്പൊ വികസന മുന്നേറ്റ ജാഥയാണല്ലോ. ആ ജാഥയുടെ പൊള്ളത്തരം നിങ്ങൾക്ക് ബോധ്യമാവാൻ ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. വിവേകമുള്ളവർ ചിന്തിച്ചാൽ മതി. വിവേകമുള്ളവർ. ആ ജാഥ കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോ ഒരു വലിയ വാർത്ത നമ്മൾ കണ്ടു, ഇല്ലേ? ബംഗാളിയിൽ എഴുതിയ ഒരു ബാനർ. അവിടെ ഈ 100-200ഓളം വരുന്ന ബംഗാളി ഭാഷ സംസാരിക്കുന്ന സഖാക്കൾ അവര് നല്ല താളത്തിൽ
LDF സിന്ദാബാദ് എന്ന് എല്ലാവരും കൂടി മുദ്രാവാക്യം വിളിക്കുന്നു. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് കേരളത്തോട് നിരത്തി വോട്ടു തണ്ടാനിറങ്ങിയ CPM-ന്റെ പാർട്ടി സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് ഒരു വിജഗീഷുവിനെ പോലെ, ഒരു രാജാവിനെ പോലെ നടന്നെടുക്കുന്നു. അടുത്തടുത്തെത്തുമ്പോഴേക്കും ബംഗാളി സഖാക്കളുടെ മുദ്രാവാക്യം വിളിയുടെ ഊർജം വർദ്ധിക്കുന്നു, അതിന്റെ ഉച്ചം വർദ്ധിക്കുന്നു. സഖാവ് അവിടെ നിന്ന് സഖാക്കളെ മുട്ടുചുരുട്ടി അഭിവാദ്യം ചെയ്യുന്നു. തിരിച്ച് നമ്മുടെ സഖാക്കൾ ഗോവിന്ദൻ മാഷയും മുട്ടുചുരുട്ടി അഭിവാദ്യം ചെയ്യുന്നു. സഖാവിന്റെ ജാഥ കടന്നു പോകുന്നു. ബംഗാളി സഖാക്കൾ പിരിയുന്നു. ഒരാൾ അങ്ങാടിയിലെ ചായക്കടയുടെ പിന്നാമ്പുറത്തേക്ക്, ഒരാൾ അവിടുത്തെ പിന്നെ തുണിക്കടയുടെ പിന്നാമ്പുറത്തേക്ക്, ഒരാൾ അവിടുത്തെ കരിങ്കൽ ക്ലസ്റ്ററിലേക്ക്, ഒരാൾ അവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക്. സഖാക്കൾ ഓരോന്നായിട്ട് പിരിഞ്ഞു പോവാണ്. ഇത്ര മനോഹരമായി, ഇത്ര സിംബോളിക്കായി CPM-ന് അധികാര കുത്തക വകവച്ചു കൊടുത്താൽ ഒരു നാട് ചെന്നുപെടുന്ന ഗതികേടിനെ കുറിച്ച് ഈ കേരളത്തെ ഇനി ബോധ്യപ്പെടുത്താനേ കഴിയില്ല. എന്റെ ഒരു ചോദ്യമുണ്ട് ഇവിടെ. ആ ബംഗാളി സഖാക്കൾ അവര് കേരളത്തിൽ എന്തെടുക്കുക? നീ ജാഥയുടെ ഏത് സ്വീകരണം കൂടി കേൾക്കുമ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി ചിരി കൂട്ടും. ആ മഹത്തായ സ്വീകരണം കൊടുക്കുന്നത് ധർമ്മടത്താണ്, കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. ഞങ്ങൾക്കൊരൊറ്റ ചോദ്യമുള്ളൂ സഖാവേ, ആ ബംഗാളികൾ കേരളത്തിൽ എന്തെടുക്കാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3.5 പതിറ്റാണ്ടുകാലം അധികാര കുത്തക ഇവർക്ക് വകവച്ചു കൊടുത്താൽ ഈ നാടിനുണ്ടാകാൻ പോകുന്ന ഗതികേടിന്റെ പ്രതീകമാണ് അരനേരത്തെ അന്നത്തിന് കേരളത്തിൽ വന്ന് പണിയെടുക്കേണ്ടി വരുന്ന ആ പാവപ്പെട്ട ബംഗാളികൾ എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവാവണം. പ്രിയപ്പെട്ടവരെ, ആ ബംഗാളികൾ 3.5 പതിറ്റാണ്ടുകാലം ഇവർ ഭരിച്ച ഒരു സംസ്ഥാനത്ത് ഇവിടെ വരികയാണ്. എന്നിട്ട് അതുങ്ങളെ തേടിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കാൻ പരിശീലിപ്പിച്ച് അണിയണിയായി നിർത്തി ഇവരൊരു നാടകം കളിക്കാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, 3ാം പിണറായി സർക്കാർ എന്ന ഇവരുടെ മുദ്രാവാക്യമുണ്ട്. അതിന്റെ പേരിലാണ് ഈ കേരളത്തിൽ നിങ്ങളുടെ മന്ത്രി, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ വെയിൽ കൊള്ളുന്നു. ഒരു വട്ടം കൂടി മത്സരിക്കാൻ തയ്യാറാവാണ്, ഒരു വട്ടം കൂടി മന്ത്രിയാവാൻ കിനാവ് കാണാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 4.25 വർഷം നിങ്ങൾക്ക് കണി കാണാൻ കിട്ടാതിരുന്ന ആ മനുഷ്യൻ പൊള്ളുന്ന ഈ ചൂടിൽ ഇപ്പോ തൃത്താല കാണാൻ ഇറങ്ങിയത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവരുടെ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ഒരു ഓഡിറ്റിംഗ് സത്യസന്ധമായി ഇപ്പൊ നടക്കണ്ടേ? ഇപ്പൊ ജാഥ വരുമ്പോ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇത് പറയുന്ന ഇവിടുത്തെ സഖാക്കളോട്. കേരളത്തിനൊപ്പം പ്രിയപ്പെട്ടവരെ, തമിഴ്നാട്ടിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിനപ്പുറത്ത് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സഖാക്കളെ അവിടുത്തെ രാഷ്ട്രീയത്തിന് പ്രത്യേകത എന്താണ്? കേരളത്തിൽ മുഖാമുഖം നിൽക്കുന്ന നിങ്ങൾ, ഈ ഇരിക്കുന്ന മാസ്റ്റർ കോൺഗ്രസ്, എഴുന്നേറ്റ് നിൽക്കുന്ന ഷിബു മീരാന്റെ മുസ്ലിം ലീഗ്, ഇവിടെ വോട്ട് തെങ്ങാൻ ഇറങ്ങിയ നിങ്ങളുടെ MLA-യുടെ പാർട്ടി CPM, ഇതൊക്കെ തമിഴ്നാട്ടിൽ ഒരൊറ്റ മുന്നണിയിലാണ്, ഒറ്റ മുന്നണിയിൽ. എന്റെ ചോദ്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് നിങ്ങൾ ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്റ്റാലിൻ നയിക്കുന്ന DMK നയിക്കുന്ന മതേതര മുന്നണിക്ക് തമിഴ്നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റാലിന്റെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ പാർട്ടിയും ആ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ജില്ലയുടെ അതിർത്തി കടന്നാൽ ചെല്ലുന്ന തമിഴ്നാട്ടിൽ വെൽഫെയർ പാർട്ടിക്കാർ വോട്ടുമായി വരും. CPM അവരുടെ വോട്ട് സ്വീകരിക്കുമോ? സ്വീകരിക്കും. വോട്ട് കിട്ടിയ എവിടുന്ന് വാങ്ങും? ഞാൻ പറഞ്ഞല്ലോ, ഈ തൃത്താലയിൽ പാപിരാവിന്റെ മറവിൽ BJP-ക്കാരുടെ വോട്ട് വിലപേശി ഉറപ്പിച്ച് അതിന്റെ പങ്ക് പറ്റാൻ ഒരു ഉളുപ്പും കാണിക്കാത്ത നിങ്ങൾ രാജ്യത്തെവിടെ ആരുടെ വോട്ട് കിട്ടിയാലും അത് കൈനീട്ടി എരന്ന് വാങ്ങും. ആ വോട്ട് വാളയാറിനപ്പുറത്ത് വാങ്ങും. എന്നിട്ട് ഇവിടെയോ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് എന്നിങ്ങനെ പറഞ്ഞു നടക്കും. അവര് പറഞ്ഞിട്ട് ഏശുന്നില്ല എന്നാണെങ്കിൽ അതിന് ആളുകളെ കൂലിക്ക് വെക്കും. അവര് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
ആസാമിലും UP-യിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മാത്രം നമുക്ക് കേട്ടുപരിചയമുള്ള മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ഗൺ പോയിന്റിൽ നിർത്തുന്ന വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ മറവിൽ ഇവര് മൂടി വെക്കുന്ന കുറെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ശ്രദ്ധ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തേണ്ടത് എന്നാണ്. വളരെ ചുരുക്കം കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചു പോവാം. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ഒരു സ്ഥാപനത്തിലേക്ക് 5-10 ഗുണ്ടകൾ കയറി വരുന്നു. അവർ ഹഫ്ത ചോദിക്കുന്നു, ഗുണ്ടാപിരിവ് ചോദിക്കുന്നു, കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോ വാളെടുത്ത് ആ സ്ഥാപനത്തിലുള്ള ഒരു സ്ത്രീയുടെ കഴുത്തിൽ അത് വച്ച് അവരെ അടച്ചിട്ട മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. ഗുണ്ടാപിരിവ് കൊടുക്കാത്ത സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക, അവളെ ഉപദ്രവിക്കുക, എന്നിട്ടത് വീഡിയോ ചിത്രീകരിക്കുക, 10 ഗുണ്ടകളത് നോക്കി നിൽക്കുക. ഞാൻ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ കണ്ട ബോളിവുഡ് അധോലോകത്തെ പ്രമേയമാക്കുന്ന ഏതോ ഹിന്ദി സിനിമയിലെ വില്ലന്റെ ഒരു മാസ് എൻട്രിയുടെ രംഗമാണിത് എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഗുണ്ടാപിരിവിന് വരിക, ഗുണ്ടാപിരിവ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ സ്ത്രീകളെ കഴുത്തിൽ കത്തിവെച്ച് ഉപദ്രവിക്കുക, അത് ചിത്രീകരിക്കുക. വില്ലൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോ ആ അടച്ചിട്ട മുറിയുടെ തൊട്ടുപുറത്ത് വില്ലന്റെ കൂടെ വന്ന ഗുണ്ടകൾ ആക്രോശിക്കുക. അംജദ് അലി ഖാൻ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മ വരുന്നുണ്ടോ പഴയ ഷോലെ സിനിമയിലെ വില്ലനെ? ഷോലെ സിനിമയിലെ ഒരു രംഗം പോലെ തോന്നുന്നു. എന്നാ കേട്ടോ, ഇത് ബോളിവുഡ് സിനിമയല്ല. 3 ദിവസങ്ങൾക്ക് മുൻപ് കത്തിക്കാളുന്ന സൂര്യന്റെ താഴെ പകല് ഈ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഒരു സ്ഥാപനത്തിൽ നടന്ന സംഭവമാണ്. 3 ദിവസം മുൻപ് 10 പേര് കയറി വരാണ്. കയറി വരുന്നവൽ മുമ്പിൽ നിൽക്കുന്ന ഗുണ്ടയുടെ പേര് സുബിൻ എന്നാണ്. കാപ്പ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അവൻ വന്നിട്ട് ഗുണ്ടാപിരിവ് ചോദിക്കുന്നു. അവർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ആ സ്ത്രീയെ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആ സ്ഥാപനത്തിലെ ഒരു സ്പായിലെ അടച്ചിട്ട മുറിയിൽ 35 മിനിറ്റ് കടുത്തിന് കത്തിവെച്ച് ഭീകരമാംവിധം. മൈക്കൊന്ന് ഓണാക്കി കളി മക്കൾ, എന്തിനാ നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കണം? ഭീകരമാംവിധം ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണ്. നമ്മളൊന്ന് ഓർത്തു നോക്ക്. ഒരു സിനിമയിൽ കണ്ട രംഗമല്ല. ഈ കേരളത്തിലാണ് ഈ ഗുണ്ടാപിരിവ് നടക്കുന്നത്. ഇന്ന് സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പുറത്തു വരികയാണ്. കേരളത്തിലെ പോലീസ് സേനയിലെ പത്തനംതിട്ട ജില്ലയിലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. അവിടെ നിന്ന് കൈക്കൂലി വാങ്ങുന്നവരാണ്. അവരുടെ അറിവോടെയാണ് ഈ ഗുണ്ടാപിരിവ് അവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോ ഈ കേരളത്തിന്റെ ക്രമസമാധാനത്തെ, ഇവിടുത്തെ ജീവനും മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം, സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ഗവൺമെന്റ് എവിടെ കൊണ്ടുപോയി എത്തിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പ്രിയപ്പെട്ടവരെ ഈ ഒരൊറ്റ സംഭവത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാപ്പ കേസിലെ പ്രതി, ഈ ഗുണ്ടകൾ, ഈ കൊട്ടേഷൻകാർ, ഇവർക്കൊക്കെ താമസിക്കാനാണ് ഈ കേരളത്തിൽ ജയിൽ ഉണ്ടാക്കിയത്. കേരളത്തിന്റെ അവസാനത്തെ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ സമ്മേളനം അത് പിരിയുമ്പോ KK രമ കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്, അടിയന്തര പ്രമേയം. അത് സംസ്ഥാനത്തെ ജയിൽ പുള്ളികളുടെ പരോളിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പോയി. കണ്ണൂരിലെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വെള്ളൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെ ഒരു സമ്മേളനത്തിന് ഞാൻ ചെല്ലുമ്പോ അവിടെ ഒരു വീട് എന്നെ കാണിച്ചു തന്നു. അവിടുത്തെ UDF പ്രവർത്തകന്മാർ. ആ വീട്ടിൽ താമസിക്കുന്നത് ഒരു CPM നേതാവാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലാണ് ഒരു പോലീസുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ പേരിൽ അയാളെ ഈ രാജ്യത്തെ ഒരു കോടതി 20 വർഷത്തേക്ക് ശിക്ഷിക്കുന്നത്. 2 പതിറ്റാണ്ട് കാലത്തേക്ക് ശിക്ഷിച്ച് പയ്യന്നൂരിൽ നിന്ന് ജയിലിൽ പോയ ആ പ്രതി 20 ദിവസം കഴിഞ്ഞപ്പോ പരോൾ കിട്ടി പുറത്തു വരികയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്, CPM-ന്റെ റാലിയിൽ പങ്കെടുക്കുകയാണ്. ഈ ഗുണ്ടകൾക്ക് മുഴുവൻ കേരളത്തിന്റെ തെരുവുകളിൽ ഇങ്ങനെ അടിഞ്ഞാടാൻ അവസരം കൊടുക്കുന്ന ഗവൺമെന്റ്, അതിന്റെ ചെലവിൽ നടത്തിയെടുക്കുന്ന നെറികേടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 20 വർഷം ശിക്ഷിച്ച പ്രതിക്ക് ജയിലിൽ പോയി 20-ാം ദിവസം പരോൾ കൊടുത്ത് പറഞ്ഞേക്കാണ്. ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീർന്നില്ല. TP കേസിലെ പ്രതികൾ ഒരാൾക്ക് 1000 ദിവസത്തെ പരോൾ.
ഈ കേരളത്തിന്റെ ഹൈക്കോടതി 20 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ട് ഇവർക്ക് പരോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ജയിലിലേക്ക് അയച്ച പ്രതികൾ, അതിലൊരാൾക്ക് 1000 ദിവസത്തെ പരോൾ. 1000 ദിവസം എന്ന് വെച്ചാൽ ഏതാണ്ട് 3 കൊല്ലത്തിനടുത്ത് വരും. TP കേസിലെ പ്രതികൾ 3 കൊല്ലത്തോളം പരോളിൽ കഴിഞ്ഞ് സ്വർണ്ണക്കടത്ത് നടത്തി കൊട്ടേഷൻ എടുത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്ന ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണേണ്ടുന്നത് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു ഗവൺമെന്റ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ വികസനം. നിങ്ങൾ പറയുന്ന റോഡ് പാച്ച് വർക്ക് ചെയ്തതാണല്ലോ. മൂപ്പര് ആദ്യം ചെയ്തതിൽ ഒരു അത്ഭുതമില്ല. പൗഡർ ഇട്ട് മുഖം മിനുക്കാൻ പോകുന്ന ക്യാപ്സൂളുകളുടെ മൊത്ത കച്ചവടമാണ് കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ ഈ MLA മന്ത്രിയെ ഏൽപ്പിച്ച ജോലി എന്ന് പറയുന്നത്. മൂപ്പരിങ്ങനെ മിനുക്കിക്കൊണ്ടേയിരിക്കും. മൂപ്പര് 5 കൊല്ലം കൊണ്ട് ചെയ്ത പണി അതാണ്. ഇവരിപ്പോ നിങ്ങളുടെ ഈ ഗ്രാമീണ റോഡുകളോട് കാണിച്ച അവഗണന ഇങ്ങനെ പറയാണല്ലോ. ചോദിച്ചെന്താ മറുപടി? കേന്ദ്ര സർക്കാർ ഞെരുക്കുകയാണ്, ഞങ്ങൾക്ക് ഫണ്ടില്ല. ഇപ്പൊ ഈ ബജറ്റ് അവതരിപ്പിച്ചല്ലോ ഇവർ. ഒരൊറ്റ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യാവും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇവരുടെ വികസന കാഴ്ചപ്പാടുകൾ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നതല്ല, അത് കേരളത്തെ തലകീഴായി മറിച്ചിടുന്നതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യാവാൻ ഒരൊറ്റ ഉദാഹരണം മതി. കഴിഞ്ഞ ബജറ്റിലാണല്ലോ ഇവര് ഒരു റാപ്പിഡ് റെയിൽവേ ട്രാക്ക് പ്രഖ്യാപിച്ചു, ഇല്ലേ? അതിന് 100 കോടി രൂപയും വകയിരുത്തി. യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പാക്കാൻ എത്ര കോടി രൂപ വേണം? ആ പദ്ധതി തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂർ വരെ ഇവർ പറഞ്ഞതുപോലെ ഡൽഹി മീററ്റ് മാതൃകയിലുള്ള നമോ ഭാരത് എന്നു പേരുള്ള 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ സഞ്ചരിക്കുന്ന ഏതാണ്ട് 90% മേൽപ്പാലങ്ങളുടെ മുകളിലൂടെ പോകുന്ന ആ പദ്ധതി കേരളത്തിലെ ഈ 400-ൽ പരം കിലോമീറ്ററിൽ നടപ്പാക്കാൻ 1,62,000 കോടി രൂപ വേണം. 1,62,000 കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം ഈ സംസ്ഥാനത്തിന്റെ നടത്തിപ്പിന്, ഇവിടുത്തെ റവന്യൂ ചെലവിന്, ഇവിടുത്തെ പദ്ധതികൾക്ക്, ഇവിടുത്തെ സ്കൂളുകൾക്ക്, ഇവിടുത്തെ ആശുപത്രികൾക്ക് കേരളത്തിലെ ഗവൺമെന്റിന്റെ ബജറ്റിന്റെ മുഴുവൻ തുക, ഒരു കൊല്ലം നമ്മൾ ചെലവഴിക്കുന്ന മുഴുവൻ തുക, അത് കഴിഞ്ഞ വർഷം 1,82,000 കോടിയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനം 1,37,000 കോടിയാണ്. ഇവർ ഈ പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ 1,67,000 കോടി രൂപ വേണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഒരു കൊല്ലം കിട്ടുന്ന വരുമാനം മുഴുവൻ അതിലേക്ക് മാറ്റി വെച്ചാലേ അത് നടക്കൂ. ശമ്പളം കൊടുക്കണ്ടേ, പെൻഷൻ കൊടുക്കണ്ടേ, സ്കൂൾ നടത്തണ്ടേ, ആശുപത്രി നടത്തണ്ടേ, ഇവിടുത്തെ ഗ്രാമീണ റോഡുകള് ടാറിടണ്ടേ, ഇവിടുത്തെ പഞ്ചായത്തുകൾക്ക് പൈസ കൊടുക്കണ്ടേ. സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ വരുമാനവും മാറ്റി വെച്ചാലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു പദ്ധതി 10 കൊല്ലം കൊണ്ട് നടപ്പാക്കുന്നതാണോ? എന്നാലും ഒരു വർഷം 10-17,000 കോടി രൂപ മാറ്റിവെക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന്റെ കയ്യിലില്ല. യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിലേക്ക് ഒരു 100 കോടി മാറ്റിവെച്ച് ഇവര് പറയാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ പോകും. കേരളത്തിലെ എല്ലാവരും സ്വാഗതം ചെയ്തു. നമ്മളൊക്കെ ഇപ്പോ ആ ട്രെയിൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഈ ഗ്രാമീണ റോഡുകളിൽ ഇയാൾ കാണിച്ച ഈ പുട്ടിയിട്ട് മിനുക്കുന്ന വൃത്തികേടിനേക്കാൾ വലിയ വൃത്തികേടാണ് ഈ പദ്ധതിയുടെ മറവിൽ കേരള സർക്കാർ പറയുന്നത്. ഒരു പദ്ധതിയുമില്ല, അനുമതിയില്ല. അനുമതി കൊടുക്കേണ്ടത് ആരാണ്? കേന്ദ്ര സർക്കാർ, ഇല്ലേ? ഇവരുടെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ചൊരു ചങ്ങാതി ഉണ്ടല്ലോ. ഞാൻ മൂപ്പരെ പരിഹസിക്കണം വേണ്ടി പറയല്ല, എനിക്ക് ബഹുമാനമുള്ള ആളാണ്, നല്ലൊരു ടെക്നോക്രാറ്റാണ്. മൂപ്പരുടെ പ്രത്യേകത, മൂപ്പർക്ക് കണ്ണടച്ച ഓഫീസ് തുറന്നു. പാലക്കാട് നോമിനേഷൻ കൊടുത്തിട്ട് നേരെ പോയത് MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനാണ്. ആ ഓഫീസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും 15 തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ പൂട്ടിക്കെട്ടി. ഇപ്പൊ മൂപ്പര് പൊന്നാനി, മൂപ്പരുടെ വീടിന്റെ മുറ്റത്ത് ഒരു ഓഫീസ് തുറന്നു. അതെന്തിനാണ്? അത് കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ. അപ്പൊ നമുക്ക് പദ്ധതി 2ആയി, ഇല്ലേ? എന്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ പ്രിയപ്പെട്ട തൃക്കാക്കരക്കാരോട്. നിങ്ങളുടെ MLA മുന്നിൽ നിന്ന് ക്യാപ്സൂൾ വിതരണം ചെയ്ത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു പദ്ധതി കേരളത്തിലുണ്ടായിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനുഷ്യല്ലേ പ്രസംഗം ആരംഭിക്കുന്നത് ഇവിടുത്തെ സഖാക്കളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു മരണമാസ ഡയലോഗ് പറഞ്ഞിട്ടാണ്. എന്താണ്? കേരയിൽ അത് വരും കേട്ടോ എന്നാണ്. ഞാൻ ഈ 3-4 വർഷം മുമ്പുള്ള സംഭവങ്ങളെ കുറിച്ച് തൃത്താലക്കാരോട് വിശേഷിച്ച് പറയുന്നത്,
ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് ബോധ്യം. രണ്ട് കാര്യങ്ങളിലാണ് പ്രതീക്ഷ വെക്കുന്നത്. ഒന്ന്, അനുരാഗ് ഠാക്കൂറിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് തൃത്താലയിലെ BJP കൈവിടില്ല എന്ന പ്രതീക്ഷ. രണ്ടാമത്തേതോ, മലയാളിയുടെ ഹ്രസ്വമായ രാഷ്ട്രീയ ഓർമ്മശക്തിയിലുള്ള പ്രതീക്ഷ. ഈ ജാഥയും നടത്തി ഈ റോട്ടിൽ വെള്ളാനകളുടെ നാട്ടിൽ റോഡ് ടാർ ചെയ്യും പോലെ 4 കൊപ്പ പിന്നെ മണ്ണും 2 കൊപ്പ മെറ്റലും ഒരിട്ട് ടാറും ഇട്ട് പിന്നെ മിനുസപ്പെടുത്തി പൂശി വച്ചാൽ തൃത്താലയിലെ കേരളത്തിലെ ജനങ്ങൾ ഇവരുടെ നെറുകേട് മറന്നുപോകും എന്ന പ്രതീക്ഷ ഇവർക്കുണ്ട് എന്ന് എനിക്ക് ബോധ്യമാണ്. ഞാൻ ഇവര് പറയുന്നത് ഇവര് കേരളയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആലപ്പുഴയിൽ ആകെയുള്ള 3 സെന്റ് വീടിന്റെ ഒത്ത നടുക്കുള്ള കുടിലിന് കേരളിന്റെ കുറ്റിയിട്ടത് തകർന്നു പോകുമെന്ന് വന്നപ്പോ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീ ആ കുറ്റിയടിക്കാമെന്നവരുടെ മുമ്പിൽ ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു തർക്കമുണ്ടായി, അവരെ തൂക്കിയെടുത്തു. അമ്മയെ കയ്യിലും കാലിലും പിടിച്ച് തൂക്കിയെടുക്കുന്നത് കണ്ട 9 വയസ്സുകാരിയായ മോള് ഓടിച്ചെന്നപ്പോ ആ കുട്ടിയെ നാഭിക്ക് ചവിട്ടി പിണറായി വിജയന്റെ പോലീസ് താഴെ ഇടുന്ന കാഴ്ച പ്രിയപ്പെട്ടവരെ കേരളം മറന്നിട്ടില്ല. അത്രയും മനുഷ്യരെ ചവിട്ടി താഴെയിട്ട് ഏതാണ്ട് 25 കോടി രൂപ ചെലവാക്കി ഈ കേരളത്തിൽ ഉടനീളം പാവപ്പെട്ടവന്റെ പറമ്പിൽ മഞ്ഞ കുറ്റിയടിച്ച്, ആ കുറ്റിയടിക്കുന്നത് അനുമതിയില്ലാത്ത പദ്ധതിക്ക് പാവപ്പെട്ടവന്റെ പറമ്പ് പിടിച്ചെടുക്കുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഇവിടുത്തെ യൂത്ത് ലീഗുകാര്, ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാര് തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും ചാപ്പ കുത്തിയിട്ട് വിജഗീഷുവിനെ പോലെ കേരയിൽ അത് വരും കേട്ടോ എന്ന് വീമ്പ് പറഞ്ഞിട്ട് ഇപ്പോഴോ വിജ്ഞാപനം റദ്ദാക്കി എന്നാണ്. ആറന്മുള മണ്ഡലത്തിലല്ല, ചെങ്ങന്നൂരിൽ ഒരു അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. ആ തങ്കമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്, പ്രായം ചെന്നൊരു സ്ത്രീയാണ്. ഗ്യാസ് അടുപ്പില്ല, ഒറ്റ മുറിയാണ്. അതിനകത്ത് തീ കത്തിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ വീടിന്റെ മുറ്റത്താണ് ചേച്ചിയുടെ അടുപ്പ്. ഒരു 3 കല്ല് ചേർത്ത് വെച്ച് അതിൽ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കി ഈ സാധുവായ സ്ത്രീ അവിടെ ജീവിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ചേച്ചി വരുമ്പോ ഈ അടുപ്പ് 3 കല്ലുള്ള അടുപ്പിന്റെ ഒത്ത നടുക്ക് പിന്നെ ഉയരത്തിൽ വേറൊരു കല്ല് നോക്കുമ്പോ അതിന് മഞ്ഞ നിറവും കേരളിന്റെ കല്ലാണ്. സാധു നാട്ടുകാരെ വിളിച്ചത് എന്താ പോലെന്ന് വെച്ചു. ഇത് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാര് ആ കേരളിന്റെ കുറ്റി പിഴുത് എങ്ങോട്ടെറിഞ്ഞു? പുഴയിൽ വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം അവിടുത്തെ MLA, അയാളും മന്ത്രിയാണ്, പേര് വായിച്ചാൽ മനസ്സിലാവും എന്ന് പറഞ്ഞ ആളാണ്. മൂപ്പര് അവിടെ വന്നിട്ട് തങ്കമ്മ ചേച്ചിയോട് പറയണ, വീട് പോയിക്കോട്ടെ ചേച്ചിക്ക് കേരളയിൽ പിന്നെ ലൈഫ് മിഷനിൽ നല്ല 1-ാം വീട് ഞങ്ങൾ പണി തരും. എന്നിട്ട് അവിടെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ കേരളിന്റെ കുറ്റി DYFIക്കാര് ചാടി അത് മുങ്ങിയെടുക്കുകയാണ്. എന്നിട്ട് കല്ലിന്റെ ഒരു ഭാഗത്ത് തങ്കമ്മ ചേച്ചി, മറ്റേ ഭാഗത്ത് സതീഷ് ചെറിയൻ അത് പിടിച്ചുകൊണ്ട് വീണ്ടും അവിടെ സ്ഥാപിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കാഴ്ചകളൊക്കെ? ആ പദ്ധതി ഉപേക്ഷിച്ചു. അതിനുവേണ്ടി ചെലവാക്കിയത് 100 കോടി രൂപ. ഏറ്റവും വലിയ ദുരിതം, അതിന്റെ പേരിൽ കൊണ്ടുപോയിട്ട ഈ മഞ്ഞക്കുറ്റി മനുഷ്യരുടെ പറമ്പിൽ ഇപ്പോഴും കിടക്കാണ്. വിൽക്കാൻ നിവൃത്തിയില്ല, ലോൺ എടുക്കാൻ നിവൃത്തിയില്ല. ആ പറമ്പ് ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നാണ്. ഇനി വിജ്ഞാപനം വന്ന് അത് റദ്ദാക്കിയിട്ട് വേണം. ഇവരിറങ്ങി പുറപ്പെട്ട ഒരു പദ്ധതിയുടെ കഥയാണ് ഞാനീ പറയുന്നത്. ഇപ്പൊ അടുത്ത തട്ടിപ്പായിട്ട് വരികയാണ്. ഇവിടെ പറഞ്ഞല്ലോ 2 ഗവൺമെന്റ് കോളേജ്, ചെറിയ കാര്യമാണ്. നിങ്ങൾ പറയും, ഒന്ന് എയ്ഡഡ് മേഖലയിൽ, ഒന്ന് ഗവൺമെന്റ് കോളേജ്. 2011 മുതൽ 2016 വരെ ഈ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. കേരളത്തിലെ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജെങ്കിലും വേണം. അതിന്റെ ഭാഗമായിട്ടാണ് തൃത്താലയിൽ ആ ഗവൺമെന്റ് കോളേജ് വരുന്നത്, താനൂരിൽ കോളേജ് വരുന്നത്, തവനൂരിൽ കോളേജ് വരുന്നത്. എല്ലായിടത്തും കോളേജുള്ള വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന എല്ലായിടത്തും ആ കോളേജുകൾ വന്നു. എന്നിട്ട് 10 വർഷം കഴിയുമ്പോഴോ ഇവിടെ പറഞ്ഞു ഇതൊക്കെ ഒരു സിമ്പലാണ്, ഇതൊക്കെ ഒരു ഉദാഹരണമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒരു ഭാവനയുമില്ലാതെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വമ്പൻ പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക. ഇത് വല്ലതും നടപ്പിലാക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണോ കേരളത്തിന്റെ ഖജനാവുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ കടം 4,82,000 കോടി രൂപയാണ്. ഈ കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ വായിച്ച കണക്കാണ് ഞാൻ പറയുന്നത്, വേറൊരു കണക്കുമല്ല. 4,82,000 കോടി രൂപയാണ് ഇപ്പോ കേരളത്തിന്റെ കടം. 2016 ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോ കേരളത്തിന്റെ കടം എത്രയായിരുന്നു? 65,000 കോടി രൂപ. 2021 ആകുമ്പോഴോ അല്ല, 2016 1,57,000 കോടി രൂപ കേരളത്തിന്റെ കടം.
2021 3 ലക്ഷം, ഇപ്പൊ 4,80,000. അതിനകത്തുള്ളൊരു കാര്യം, ഈ 4,80,000 പുറത്താണ് കിഫ്ബിയുടെ പേരിൽ ഇവര് വാങ്ങിയ വായ്പ, അതിന്റെ പുറത്താണ് പെൻഷൻ കമ്പനി വാങ്ങിയ വായ്പ, അതിന്റെ പുറത്താണ് മറ്റു കുടിശ്ശിക. കേരളത്തിന്റെ കടം ഇപ്പോ 6 ലക്ഷം കോടി രൂപ വരും. എന്നിട്ട് ബാലഗോപാല് പറയാണ് ഇനി മുതൽ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കടം വാങ്ങാം. കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ശശിരേഖ ടീച്ചറുടെ ഒക്കെ മനസ്സിലൊരു ചെറിയ ലഡു പൊട്ടും, തരക്കടില്ല. ബോണ്ടിറക്കി കടം വാങ്ങാമെന്നാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഈ സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് പണം കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ. പഞ്ചായത്തുകൾക്ക് കേരളത്തിൽ കൊടുത്തിരുന്ന ഫണ്ട് അവരുടെ അക്കൗണ്ടിലിട്ടിട്ട് ഉളുപ്പില്ലാതെ തിരിച്ചു പിടിച്ച മന്ത്രിയാണ് ഈ മന്ത്രി. പദ്ധതി നടപ്പിന് 38% മാത്രമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് കേരളത്തിൽ ചെലവാക്കുന്നത്. 100 രൂപ ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചാൽ ബജറ്റ് അവസാനിപ്പിക്കുമ്പോൾ ചെലവഴിക്കുന്നത് 38 രൂപ. സാമ്പത്തിക പ്രതിസന്ധിയാണ്. കാരണം ആ കേരളത്തിൽ ഇതാ പഞ്ചായത്തുകളെ കൊണ്ടുകൂടി കടം വാങ്ങിപ്പിക്കാൻ പോവാണ്. പട്ടിത്തറ പഞ്ചായത്ത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു സോവറിൻ ബോഡി അല്ല. അതിന് കടം വാങ്ങിയാൽ ആ കടത്തിന്റെ ഗ്യാരണ്ടി ആരാണ്? സംസ്ഥാന സർക്കാരാണ്. കിഫ്ബി കടം വാങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സർക്കാരിന്റെ തലയിൽ, ഇനി ഇതും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ. എന്ന് വെച്ചാൽ കേരളത്തിലെ 10,000 പഞ്ചായത്തുകൾ മത്സരിച്ച് കടം വാങ്ങും. അതും കൂടി കേരളത്തിന്റെ കടബാധ്യതയിലേക്ക് കേന്ദ്ര സർക്കാർ എഴുതി വെക്കും. കൊല്ലാകൊല്ലം കടമെടുക്കാൻ കഴിയുന്ന തുക കുറയും. കടമെടുപ്പ് മുടങ്ങിയാലോ, കേട്ടോ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം നിത്യനിദാന ചെലവുകൾ മുടങ്ങിപ്പോകുന്ന, തിരിച്ചു വരാൻ കഴിയാത്ത അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുനമ്പിൽ കേരളത്തെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇവര് പോകുന്നത് എന്ന യാഥാർത്ഥ്യം. ഇപ്പൊ ഇന്നലെ പുറത്തു വരുന്ന ഒരു വാർത്ത, ഇവരുടെ ധൂർത്തും കൂടി പരിശോധിച്ചു പോണല്ലോ. 3,35,00,000 രൂപ വിഷൻ 2031 എന്ന പേരിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്താൻ പോകുന്ന പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചു. 1,25 കോടി രൂപ. അതില് 1,25 കോടി രൂപ അവിടുത്തെ ചെലവ്, 45 ലക്ഷം സമാപന സമ്മേളനത്തിന്റെ ചെലവ്, ഏതാണ്ട് 70 ലക്ഷം വരുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാൻ, 45 ലക്ഷം വരുന്ന ആളുകൾക്ക് താമസിക്കാൻ, എല്ലാം കൂടി ചേരുമ്പോ 3-3.5 കോടി രൂപ. ആരൊക്കെയോ എവിടുന്നൊക്കെയോ വന്ന് ഒരു വലിയ പന്തല് കെട്ടി, ഒരു വലിയ സ്റ്റേജ് ഉണ്ടാക്കി, കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ഒരു ഇവന്റ് കൂടി ഇവര് കേരളത്തിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് മറുഭാഗത്ത് നിങ്ങളുടെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോ 4,25 ലക്ഷം തൃത്താലക്കാരോട്, 4,25 വർഷം തൃത്താലക്കാരോട് ഈ നാടിന്റെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം, ഖജനാവിൽ പണമില്ല, BJP പണം തരുന്നില്ല എന്നാണ് അല്ലേ? 3,35,00,000, 20 കോടി രൂപ 3 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ PRD ഡിപ്പാർട്ട്മെന്റിന് മാറ്റിവെച്ചത്. 4 കോടി രൂപ 2 മാസം മുൻപ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാൻ മാറ്റിവെച്ചത്. 20 കോടി രൂപ നവകേരള സർവേ എന്ന പേരിൽ വീട് വീടാന്തരം കയറിയിറങ്ങി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചോദിക്കാൻ LDF-ന്റെ പ്രവർത്തകർക്ക് ചെല്ലും ചെലവും കൊടുക്കാൻ പൊതുഖജനാവിൽ നിന്ന് മാറ്റിവെച്ചത്. കേരളത്തിന് 25 കോടി. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞപ്പോ 94 കോടി രൂപയായി. 94 കോടി രൂപ. 1 രൂപ തിരിച്ചു വരാതെ ഇവരുടെ മുഖം മിനുക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ച, ധൂർത്തടിച്ച കഴിഞ്ഞ 3 മാസത്തെ കണക്കാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ഒരു ഭാഗത്ത് ധൂർത്ത്, ഒരു ഭാഗത്ത് PR വർക്ക്, മറുഭാഗത്തോ കണ്ണിൽ ചോരയില്ലാത്ത ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. 2021 ഇവർ വീമ്പ് പറഞ്ഞത് ആരോഗ്യ രംഗത്തെ കുറിച്ചാണ്. നിങ്ങള് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയെ കണ്ടോ നിങ്ങൾ? ഇല്ല. ആ കാലവും ആ കരുണയും ആ കരുതലും ബൽറാം ഇവിടെ എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടെ പറഞ്ഞ കേരളത്തിന്റെ കരുതലിന്റെ, കാരുണ്യത്തിന്റെ, ഗവൺമെന്റിന് ഒരു ഹൃദയമുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട ആ കാലം പുതുപ്പള്ളി കല്ലറയിൽ അവസാനിച്ചു പോയി എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയെ ഒരു മിന്നൽ പോലെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി ചികിത്സയിൽ കഴിയുന്നുണ്ടായിരുന്നു. ആരോഗ്യരംഗത്തെ കുറിച്ച് പെരുമ്പറ മുഴക്കുകയാണല്ലോ. അമേരിക്കയിൽ നിന്നൊരാൾ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നിട്ട് അയാൾക്ക് പനി വന്നപ്പോൾ അയാൾ ആശുപത്രിയിൽ പോയി.
ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ കണ്ടപ്പോൾ അയാൾ പറയുകയാണ്, ഈ സർക്കാർ ആശുപത്രി അമേരിക്കയിലെ സർക്കാർ ആശുപത്രിയേക്കാൾ മികച്ചതാണല്ലോ. പറയുന്നതാരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? വേറെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യമന്ത്രി ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പറയാണ്, ഞങ്ങൾ 3 മുതിർന്ന സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങളെ ആരാണ് സംരക്ഷിക്കുന്നത്? അപ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന അമ്മ പറഞ്ഞു, എനിക്ക് പിറക്കാതെ പോയൊരു മകനുണ്ട്, ആ മകനാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. നിങ്ങൾക്ക് പിറക്കാതെ പോയ നിങ്ങളുടെ ആ മകൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ 3 സ്ത്രീകളും ഒരുപോലെ ചുമരിലേക്ക് വിരൽ ചൂണ്ടി. അതായിരിക്കുന്നു ചുമരിൽ യേശുക്രിസ്തുവിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒത്ത നടുക്ക് തലയിൽ നല്ല വെള്ളി വെളിച്ചവുമായി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ കാരണഭൂതൻ. അവർ പറഞ്ഞത് പിണറായി വിജയനെ കുറിച്ചായിരുന്നു എന്നാണ്. ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാനൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. എവിടെയെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ നടന്നാൽ, ആ ഓപ്പറേഷൻ വിജയിച്ചാൽ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഈ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചാട്ടി വീണ് പറയുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ആരോഗ്യരംഗം ഇതാ ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു എന്നാണ്. അതേ കേരളത്തിൽ ഒരു പെൺകുട്ടി ഓടിക്കളിക്കുമ്പോ താഴെ വീഴുന്നു, കൈയുടെ ഒരു എല്ല് പൊട്ടുന്നു. എല്ല് പൊട്ടിയപ്പോ നിങ്ങളുടെ പാലക്കാട്ട് ജില്ലാ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോകുന്നു. ചിറ്റൂരുള്ള പെൺകുട്ടിയാണ്, അതാ ഞാൻ പാലക്കാട്ടുകാരോട് പറയുന്നത്. അവിടെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വീട്ടിൽ പോയി 3 ദിവസം കഴിഞ്ഞപ്പോ അതിനകത്ത് അസഹ്യമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. വീണ്ടും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ പറഞ്ഞു, അത് പൊട്ടിയ എല്ല് ചേർന്ന് വരുന്നതേ ഉള്ളൂ, വേദന ഉണ്ടാവും, വീണ്ടും പോയിക്കോന്ന് പറഞ്ഞു. പിന്നെയും 3 ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടിയുടെ പ്ലാസ്റ്ററിനകത്ത് നിന്ന് സഹിക്കവയ്യാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. കുട്ടിയെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ ആ കുട്ടിയുടെ വലത്തെ കൈ അവരുടെ തോളിന്റെ ഭാഗത്ത് വെച്ച് മുറിച്ചു കളയേണ്ടി വന്നു എന്നാണ്. ഞാൻ ആദ്യം ഈ ഗവൺമെന്റ് ഇവരുടെ മുഖം മിനുക്കാൻ നുണകൾക്കുമേൽ നുണകൾ പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന PR വർക്കുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റി കൃത്രിമ കൈ വെക്കണം. നിങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഒരു പാവപ്പെട്ട കുടുംബമാണ്, ഒരു പാവപ്പെട്ട കുട്ടിയാണ്. ലക്ഷങ്ങൾ ചികിത്സ വരുന്ന ചെലവ് വരുന്ന കൃത്രിമ കൈവെക്കാൻ അവർക്ക് ഒരു നിവൃത്തി ഉണ്ടായില്ല. ആ മുറിച്ചു മാറ്റിയ കൈകളുമായി ആ കുട്ടി അവിടെ ഉണ്ട് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ PR വർക്കിനുള്ള ഒരവസരവും കളയാതെ നടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് പലയാവർത്തി പറഞ്ഞു, ചൂണ്ടിക്കാണിച്ചു. വാർത്തകൾ വന്നു, തിരിഞ്ഞു നോക്കിയില്ല. അവിടെ ഒരാൾ വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടി അവളുടെ ആ അറ്റുപോയ ആ കൈക്ക് പകരം ഘടിപ്പിക്കപ്പെട്ട കൃത്രിമ കൈയിൽ കളിപ്പാട്ടങ്ങളുമായി നിൽക്കുന്ന കാഴ്ച കണ്ടു. കൈ നിറയെ സമ്മാനങ്ങളുമായി ആ കുട്ടിക്കരികിലേക്ക് ഒരാൾ നടന്നു വരുന്നത് കണ്ടു. ആ മനുഷ്യൻ അടുത്ത് വന്ന് നിന്നപ്പോ കുസൃതിയോടെ ആ കുഞ്ഞുമോള് കൈനീട്ടുന്നത് കണ്ടു. ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടത് ആ നേരമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അത്ര ഉയരല്ല, ഉമ്മൻചാണ്ടിയെ പോലെയല്ല. പക്ഷേ ആ നടന്നു വരുന്ന മനുഷ്യനെ കണ്ടപ്പോ ആ കാലമിതാ, ആ പുതിയുഗമിതാ കേരളത്തിൽ പിറക്കാനിരിക്കുന്നു എന്ന പ്രതീക്ഷ എനിക്കുണ്ടായി. ആ കടന്നു വന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട VD സതീശനായിരുന്നു എന്നതാണ്. ഞാൻ അതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ഞാൻ അവസാനിപ്പിക്കണം. ഗാന്ധി മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അൺടു ലാസ്റ്റ് എന്നാണ്. ഞാനിവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ച് നിൽക്കുമ്പോൾ ഈ മുൻനിരയിൽ ഇരിക്കുന്നവർ മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെയോ ഏറ്റവും പിന്നിലിരിക്കുന്ന ആ ആൾ കൂടി എൻ്റെ കണ്ണിൽപ്പെടണം. അവസാനത്തെ മനുഷ്യനെയും പരിഗണിക്കണം. അങ്ങനെയുള്ള അവസാനത്തെ മനുഷ്യരെ ഒഴിവാക്കി കളഞ്ഞതിൻ്റെ പ്രതിഫലനമാണ്, തിരിച്ചടിയാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്നത് എന്ന ബോധ്യം ഉണ്ടാവണം. ഒരു നിലക്കും നിങ്ങൾ അഹങ്കരിച്ചു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വിജയം UDF-ന് വേണ്ടി ഉണ്ടാക്കിയ വിജയമല്ല, മറിച്ച് ഈ വിജയത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഈ തൃത്താലയിലടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തവർ നമുക്ക് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ട് പോലും കട്ടെടുക്കാൻ ഉളുപ്പില്ലാത്തവരാണെന്ന് ഒരായുസ് മുഴുവൻ പയ്യന്നൂർ എന്ന ചുവന്ന ഭൂമിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ കഠിനാധ്വാനം ചെയ്ത കുഞ്ഞികൃഷ്ണൻ കണക്കും തെളിവും വെച്ച് ഈ കേരളത്തോട് വിളിച്ചു പറയുമ്പോ ഈ തൃത്താലയിലെ സാധാരണ സഖാവിന്റെ മനസ്സിൽ പോലും അത് വേദനയാവുണ്ട്. ഇവരിപ്പോ 2 കച്ചവടമാണ് കാര്യമായിട്ട് നടത്തുന്നത്. ഒന്ന് സഹകരണ ബാണ്ടിലെ തട്ടിപ്പ്, രണ്ടാമത്തേത് ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയാൽ അവന്റെ ഫോട്ടോ വെച്ച് അവന്റെ കുടുംബത്തിന്റെ പേരും പറഞ്ഞ് ഇവര് കുറെ ആൾ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ടോ
ഒരു ഉളുപ്പില്ലാതെ പണം പിരിച്ച് പുട്ടടിക്കാണ്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് എണ്ണി പറയുന്നത്. എനിക്ക് ഇപ്പൊ പൂർണ്ണ ബോധ്യമുള്ള ചില പേരുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന അന്ന് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ ആദ്യം തോൽക്കാൻ പോകുന്നത് വീണ ജോർജാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തോൽക്കാൻ പോകുന്നത് അവരാണ്. കാരണം ഇവർ പറയുന്നത് ഞങ്ങൾ 12 കാത്ത് ലാബ് ഉണ്ടാക്കി, ഇവിടെ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി വെച്ചിരിക്കുക ഉമ്മൻചാണ്ടി. അപ്പോഴാണ് അതിന്റെ മൂലക്ക് ഇവർ കക്കൂസ് ഉണ്ടാക്കിയ കഥ പറയുന്നത്. ആദ്യത്തത് കുറിച്ച് വെച്ചോ, വീണ ജോർജ്. രണ്ടാമത് ആരാ തോക്കുന്നറിയോ? ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ താൻ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ തന്റെ പാർട്ടിക്ക് 4 കൗൺസിലർമാരുള്ളപ്പോ അവിടെ 6 കൗൺസിലർമാർ BJP വിജയിച്ചു വന്നത് കാണാതെ കാസർകോട്ടെയും മലപ്പുറത്തെയും മനുഷ്യരുടെ പേര് നോക്കിക്കോ, അവര് വർഗീയവാദികളാണെന്ന് പറഞ്ഞ സജി ചെറിയാൻ നമ്പർ 2. മൂന്നാമത്തത് ഈ ദേശീയപാതയുടെ മുകളിൽ കയറി ട്രാക്ക് സ്യൂട്ട് ഇട്ട് 4.5 കൊല്ലം സർക്കസ് കളിച്ചിട്ട് ആ 4.5 കൊല്ലം കഴിഞ്ഞ് ആ ദേശീയപാത തകർന്നു വീണപ്പോ ഉളുപ്പില്ലാതെ ഒളിച്ചോടിയ മരുമോൻ എന്ന മേനയിൽ PR പൗഡറിന്റെ തിളക്കത്തിൽ ബേപ്പൂര് സ്വപ്നം കാണുന്ന മുഹമ്മദ് റിയാസ്. 4ാമത്തെ ആളെ പറയുന്നതിന് മുൻപ് നിങ്ങൾ ഇങ്ങനെ കൈയടിച്ചാ പോരാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ പാലക്കാട് ജില്ലയിൽ എത്ര അറവശാലകൾ ഉണ്ടാവും? എത്ര ചിക്കൻ സ്റ്റാൾ ഉണ്ടാവും? ഞാൻ ചിക്കൻ കഴിക്കുന്ന ആളാണ്, എനിക്ക് ചിക്കനും ബീഫും നല്ല ഇഷ്ടമാണ്. ചിക്കനോടും ബീഫിനോടല്ല എന്റെ പ്രശ്നം. എന്റെ ചോദ്യം, നിങ്ങളുടെ ഈ പാലക്കാട് ജില്ലയിൽ എത്ര അറവശാലകൾ ഉണ്ടാവും? എത്രയോ ഉണ്ടാവും? എനിക്കറിയില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വരാൻ ചോദിച്ചാൽ അതിന്റെ എണ്ണം എന്റെ അടുത്തില്ല. ഒരുപാടുണ്ട്, നിങ്ങൾ സമ്മതിക്കുമല്ലോ അല്ലേ? ഒരു 10,000-ൽ ഉറപ്പിക്കാം അല്ലേ? നിങ്ങളെ പഞ്ചായത്തിൽ ഉണ്ടാവില്ല ഒരു 10 ചിക്കൻ സ്റ്റാള്. അപ്പൊ അങ്ങനെ കണക്കാക്കുമ്പോൾ എല്ലാം കൂടി നമുക്കില്ലേ ഒരു 2000 ഫിക്സ് ആക്കാം. 2000 ശരി. ഒരു കമ്പനി വരുന്നു, ആ കമ്പനിക്ക് അറബ് വേസ്റ്റ് വേണം, ചിക്കൻ വേസ്റ്റ് വേണം. പാലക്കാട് ജില്ലാ കളക്ടർ ഈ ജില്ലയിലെ എല്ലാ ചിക്കൻ സ്റ്റാളുകളിലേക്കും ഒരു സർക്കുലർ അയക്കുകയാണ്. എന്താണ്? നിങ്ങളുടെ ചിക്കൻ സ്റ്റാൾ മുഴുവൻ, ചിക്കൻ വേസ്റ്റ് മുഴുവൻ, അറബ് വേസ്റ്റ് മുഴുവൻ ആ കമ്പനിക്ക് കൊടുക്കണം. അവരൊരു വില നിങ്ങൾക്ക് അങ്ങോട്ട് തരും. വിലയും ഫിക്സ് ചെയ്യാണ്, സ്റ്റാളുകളോടെല്ലാം കൊടുക്കാൻ പറയണം. അങ്ങനെ പാലക്കാട് ജില്ലയിലെ ഈ വേസ്റ്റ് മുഴുവൻ നിങ്ങളുടെ പട്ടിത്തറ പഞ്ചായത്തിൽ കൊണ്ടുവരണം. ഇവിടെ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കണം. ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കപ്പാസിറ്റി ഇല്ല. ചിക്കൻ വേസ്റ്റ് നിങ്ങളുടെ ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ ചീഞ്ഞ് നാറാണ്. ഇവിടെ CPM-ന് കൗൺസിൽ പഞ്ചായത്ത് അവരുടെ വാർഡിലാണെന്ന് വെച്ചോ, ചീഞ്ഞ് നാറുകയാണ്. ചിക്കൻ വേസ്റ്റ് ചീഞ്ഞ് നാറിയ ദുർഗന്ധത്തിൽ ആ വാർഡിൽ മനുഷ്യർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരികയാണ്. അവര് സമരം ചെയ്യാൻ ഇറങ്ങണം. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. CPM-ഉം കോൺഗ്രസും ലീഗും വേണമെങ്കിൽ BJP എല്ലാം കൂടി ഇറങ്ങി സമരം ചെയ്യാം. വേറൊരു പ്രശ്നമില്ല. വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല, അസുഖം വന്നിട്ട് നിവൃത്തിയില്ല, കുട്ടികളടക്കം മനുഷ്യരുടെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുകയാണ്. ഇവിടുത്തെ കാറ്റിൽ മുഴുവൻ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധാണ്. നിങ്ങൾ ഈ വേസ്റ്റ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോ, ലാഭം ഉണ്ടാക്കിക്കോ, ഞങ്ങളുടെ ചെലവിന് വേണ്ട. അവിടുത്തെ മനുഷ്യർ പറയുന്നു, ഒരു 5 മിനിറ്റ് മൂക്ക് പൊത്താതെ ഇവിടെ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം എന്ന് പറയാണ്. സംഭവം പക്ഷേ പാലക്കാട്ടല്ല, കോഴിക്കോട്ടാണ്. ഫ്രഷ് കട്ട് എന്ന കമ്പനിയാണ് അതിന്റെ പേരിൽ സമരം ചെയ്യുന്നത് താമരശ്ശേരിയിലാണ്. ആ താമരശ്ശേരിക്കാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്തത് ഇടതുപക്ഷത്തിനാണ്, LDF-നാണ്, CPM-നാണ്. അവിടെ ആ മനുഷ്യർ സമരം ചെയ്യുമ്പോ ആ മനുഷ്യർ കേരളത്തിന്റെ പഞ്ചായത്ത് മന്ത്രിയോട് പറഞ്ഞതെന്താ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ മിസ്റ്റർ മിനിസ്റ്റർ, ഈ പദ്ധതി, ഈ കമ്പനി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ പറയുമ്പോ ഒരു 2 മിനിറ്റ് ആ മന്ത്രിയുടെ ശീതീകരിച്ച വസതിയിൽ നിന്ന്, ശീതീകരിച്ച കാറിൽ നിന്ന് ഞങ്ങളുടെ ഈ നാട്ടില് ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? കേരളത്തിന്റെ പഞ്ചായത്ത് മന്ത്രിക്ക് ഈ നിമിഷം വരെ മറുപടി കൊടുത്തിട്ടില്ല. ആ കമ്പനിയെ ഇപ്പോഴും ഉളുപ്പില്ലാതെ മുന്നിൽ നിന്ന് ന്യായീകരിക്കുന്നത് തൃത്താലയുടെ MLA ആണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചെലവിലാണ്. നിങ്ങളെപ്പോലെ ശുദ്ധവായു ശ്വസിക്കാൻ അവകാശമുള്ള പിഞ്ചുമക്കൾ ചീഞ്ഞുനാറിയ വായു ശ്വസിച്ച് രോഗം മൂലം പ്രയാസപ്പെടുമ്പോ അത് ന്യായീകരിക്കാൻ ഇയാൾ മുന്നിലുണ്ട്. തോന്നുന്നില്ല? പാലക്കാട് ജില്ലയിലാണല്ലോ എലപ്പള്ളി. നിങ്ങളുടെ ഈ വാർഡിൽ ഞാൻ ചോദിക്കുന്നത് UDF-കാരോടല്ല, ഈ മന്ത്രിയുടെ ജാഥക്ക് നാളെ രാവിലെ മാലയിടാൻ കാത്തു നിൽക്കുന്ന ഇവിടുത്തെ LDF പ്രവർത്തകരോടാണ്. നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ ഒരു ദിവസം
ഒരു 10-25,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഈ പട്ടിത്തറ പഞ്ചായത്തിന്റെ മണ്ണിലടിയിലുള്ള ഭൂഗർഭജലം ഊറ്റിയെടുത്ത് അത് കള്ളുണ്ടാക്കി വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി വന്നാൽ പട്ടിത്തറയിലെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി സമ്മതിക്കുമോ? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സമ്മതിക്കുമോ? പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റ് സമ്മതിക്കുമോ? ഈ പറയുന്ന വിദ്വാന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്ത ആരെങ്കിലും സമ്മതിക്കുമോ? അത് ഇല്ലല്ലോ. എന്താ? കുടിക്കാൻ വെള്ളം വേണം. അത് കള്ളുണ്ടാക്കാനല്ല, കച്ചവടം ചെയ്യാനല്ല, ലാഭം ഉണ്ടാക്കാനുമല്ല. എലപ്പുള്ളി പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലാണ്. നിങ്ങൾ പോയി നോക്കിക്കോ. ആ പഞ്ചായത്തിലെ CPM-ന്റെ പ്രവർത്തകരടക്കം പറഞ്ഞു ഈ പദ്ധതി ഇവിടെ നടപ്പാക്കരുത്. ഇപ്പോഴും ആ പദ്ധതി നടപ്പാക്കാൻ അച്ചാരം വാങ്ങുന്ന ഈ കേരളത്തിലെ കുറെ പാവപ്പെട്ട മനുഷ്യരുടെ വെള്ളം കുടിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ മുന്നിൽ നിൽക്കുന്നത് തൃത്താലയുടെ MLA ആണ്. കോഴിക്കോട്ട് വായു, ഇവിടെ വെള്ളം. ഇനി മിനിഞ്ഞാന്ന് ഞാൻ വേറൊരു വാർത്തയും കൂടി കേട്ടു. മിനിഞ്ഞാന്നല്ല, 2-3 മാസം മുമ്പ് പുനലൂരിൽ ഒരു ഗാന്ധി പ്രതിമയുണ്ട്. ആ ഗാന്ധി പ്രതിമയിലേക്ക് ഒരു ദിവസം വൈകിട്ട് നോക്കുമ്പോ ഒരുത്തന് ഈ ഗാന്ധി പ്രതിമയുടെ മുഖത്തടിക്കുന്നു. എന്നിട്ട് മാറി നിന്ന് ഗാന്ധിനെ ഊടുപാട് ചീത്ത. ചെന്ന് നോക്കുമ്പോ അവൻ കള്ളു കുടിച്ചിട്ടുണ്ട്. അവന്റെ പേരാണ് രസം. അവൻ അറസ്റ്റ് ചെയ്ത് FIR ഇടാന്നായിരുന്നു. എന്താ അതിന്റെ പേര് എന്ന് ചോദിക്കുമ്പോ അവൻ പറയാണ് എന്റെ പേര് ഹരിലാൽ എന്നാണെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചരിത്രം എങ്ങനെയാണല്ലോ, ചിലപ്പോഴൊക്കെ ചരിത്രം ആഭാസകരമായി ആവർത്തിക്കും. യഥാർത്ഥത്തിൽ ബാപ്പുവിന് ഹരിലാൽ എന്നൊരു മകനുണ്ടായിരുന്നു. ബാപ്പുവിനെ ഗോഡ്സെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോ അയാൾ ബോംബെയിലെ ഏതോ ഒരു തെരുവിലുണ്ട്. ഹരിലാൽ മദ്യപാനിയായിരുന്നു എന്നാണ്. ആയുസിൽ ഒരിറ്റു മദ്യം കഴിക്കാത്ത, ലഹരിക്കെതിരെ ജീവിതകാലം മുഴുവൻ പടപൊരുതിയ, ലഹരി വർജനം തന്റെ ജീവിതത്തിന്റെ ദർശനമായി സ്വീകരിച്ച, ലോകത്തെ മുഴുവൻ ലഹരിക്കെതിരെ പറഞ്ഞു പഠിപ്പിച്ച ബാപ്പുവിന്റെ പുത്രൻ നല്ല തികഞ്ഞ മദ്യപാനിയായിരുന്നു. അവന്റെ പേരും ഹരിലാലിനായിരുന്നു എന്നാണ്. കേരളത്തിൽ ഇപ്പോ ഗാന്ധിക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയുണ്ടായി. ഈ മന്ത്രി അധികാരത്തിൽ വരുമ്പോ ഞാൻ ചോദിക്കാണ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 2011 പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലെ ബാറുകളുടെ എണ്ണം എത്രയായിരുന്നു? 35 അല്ലേ? ഇപ്പോഴോ 900-ൽ പരം. അതിൽ 400 ബാറുകൾക്ക് അനുമതിക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് വികസന ജാഥ എന്നും പറഞ്ഞ് ചുവന്ന കൊടിയും പിടിച്ച് 2 ദിവസം നിങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാവണം. ഒരു ഭാഗത്ത് മനുഷ്യരുടെ വെള്ളം കെട്ടെടുക്കുക, വേറൊരു ഭാഗത്ത് മനുഷ്യർക്ക് ശുദ്ധ വായു നിഷേധിക്കുക. മറ്റൊരിടത്ത് ഈ നാട്ടിലെ മതനിരപേക്ഷതയുടെ ശ്വാസവായുവിലേക്ക് വർഗീയതയുടെ വിഷം പടർത്തുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മസുഹൃത്താണ് എന്ന് പ്രഖ്യാപിക്കാം. ഈ കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ മദ്യമൊഴുക്കാൻ കൂട്ടുനിൽക്കുക. പ്രിയപ്പെട്ട തിത്രാലക്കാരെ ഞാൻ അവസാനിപ്പിക്കാണ്. 4ാമത്തെ ആളിന് വേണ്ടി, പ്രതികാരത്തിന് വേണ്ടി കേരളത്തെ ഒറ്റുകൊടുത്ത ഒറ്റുകാരെ ഒന്നൊന്നായി മതം നോക്കി വോട്ടു ചെയ്യണം എന്ന് പറഞ്ഞ ആളിനെ ചെങ്ങന്നൂർക്കാർ കൈകാര്യം ചെയ്യുമ്പോ ദേശ് കി ഗദ്ദാറോംകോ ഗോലിമാരോ സാലോംകോ എന്ന വംശഹത്യയുടെ പോയിന്റ് ബ്ലാങ്ക് രാഷ്ട്രീയം ഈ രാജ്യത്തിന് പരിചയപ്പെടുത്തിയ നെറുകെട്ട വർഗീയവാദി കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞയാളാണ് നിങ്ങളുടെ നടുവിലൂടെ പോകുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. കേരളം തൃത്താലയിലെ മനുഷ്യരിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. നമ്മുടെ ഈ മണ്ണിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ നിറതോക്കിന്റെ മുൻപിൽ നിർത്തുന്ന നെറികെട്ട രാഷ്ട്രീയം അത് കാലുകുത്താൻ ഇടം കൊടുക്കരുത്. ഈ മലയാളക്കരയിലെ 3.5 കോടി മനുഷ്യർക്ക് വേണ്ടി ഞാൻ പറയാണ്. വിധേയൻ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിൽ പട്ടേലരുണ്ട്. ആ പട്ടേലർ കുറച്ചൊരു വിദ്വാനാണ്. ആ സിനിമയിലെ തൊമ്മി എന്ന കഥാപാത്രം വിധേയൻ, പട്ടേലന്റെ ജന്മിയാണ് സിനിമയിലെ വിധേയൻ. അയാൾ ഒരു ദിവസം തന്റെ ഭാര്യയോട് പറയുന്നുണ്ട്, എന്താണ് വന്നിപ്പോ നിനക്ക് പട്ടേലരുടെ സെന്റിന്റെ മണാണ് എന്നാണ്. ഇവിടെ സെന്റിന്റെ മണല്ല കേട്ടോ. ഈ നിൽക്കുന്ന ഈ വിധേയനുണ്ടല്ലോ, ഈ വിധേയന്റെ ശരീരത്തിലുള്ളത് അനുരാഗ് ഠാക്കൂറിന്റെ മനസ്സിൽ നിന്ന് പടർന്ന ഡൽഹി വംശഹത്യയിൽ സർവസ്വവും നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ചോരയുടെ ദുർഗന്ധമാണ് എന്ന ബോധ്യം ഉണ്ടാവണം. നിങ്ങൾ കണക്ക് വീട്ടണം പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയം നോക്കരുത്, മതം നോക്കരുത്. നിങ്ങൾ മലയാളികളാണോ? പകരം ചെയ്തേ മതിയാവൂ. ഇനിയൊരാൾക്കും മനുഷ്യരുടെ ചോര പുരണ്ട.
അവരെ വെടിവെച്ച് വീഴ്ത്ത് എന്ന് ആഹ്വാനം ചെയ്തവരെ ചോർത്തു പിടിച്ചിട്ട് അവരുടെ ചെലവിൽ RSSന്റെ വോട്ടും കിനാബ് കണ്ട് വെയിൽ കൊള്ളാൻ ഇറങ്ങിയാൽ അത് വെച്ചു പൊറുപ്പിക്കാത്ത മതനിരപേക്ഷതയുടെ ഭൂമിയാണ് ഈ കേരളമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഈ വംശീയവാദിയുടെ പ്രസംഗത്തിന് താളമിട്ടുകൊടുത്ത ഒറ്റുകാരന് നിങ്ങൾ ഇരുത്തേണ്ടിടത്ത് ഇരുത്തണം എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ജാതിമത ഭേദമന്യേ, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ തൃത്താലയിലെ വോട്ടർമാരോട് ഞാൻ പറയാം, ഞങ്ങൾ 3.5 കോടി മലയാളികൾ ആ ശുഭവാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ ചെയ്യൂ.